नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में नाखून क्यों बढ़ता है नामक निबंध के बारे में पढ़ा। यहाँ हजारी प्रसाद द्विवेदी ने लिखी हुई एक निबंध है। यहाँ नाखून को काटने के बारे में कहते हैं। नाखून का बढ़ना पशुता का प्रतीक है। यहाँ आज बच्चों के माता पिता उसके नाखूनों को काटने के लिए कहते हैं। पिछली कक्षा में हम एक बूढ़ा आदमी के बारे में पढ़ा। वह महात्मा गांधी था। उसके कहने के बारे में पढ़ा। उसने कहा था, बाहर नहीं भीतर की ओर देखो, हिंसा को मन से दूर करो, मिथ्या को हटाओ, क्रोध और द्वेष को दूर करो, लोग के लिए कष्ट सहो, आराम की बात मत सोचो, प्रेम की बात सोचो, आत्मतोषण की बात सोचो, काम करने के बारे में सोचो। उसने कहा प्रेम ही बड़ी चीज़ है क्योंकि वह हमारे भीतर है। അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പുറത്തേക്കല്ല നോക്കേണ്ടത്, നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കണം, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മുടെ എവിടെയാണുള്ളത്? നമ്മുടെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കാനാണ് അവിടെ ഗാന്ധിജി പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, സ്വ എന്ന് പറയുന്ന ബന്ധനം അത് മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. സ്വ എന്ന ഉച്ഛൃംഖലത എന്ന് പറയുന്ന സാധനം അത് മൃഗത്തിൻ്റേതായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ്, कितनी गहराई में बैठकर मनुष्य की वास्तविक चरितार्थता का पता लगाया था. ये बूढ़े ने, ये മഹാത്മാഗാന്ധിനെ, അതായത് അദ്ദേഹം ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള തൃപ്തി എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ऐसा कोई दिन आ सकता है जबकि मनुष्य के नाखूनों का बढ़ना बंद हो जाएगा. അപ്പം ഇങ്ങനൊരു ദിവസം വരുമെന്നാണ് പറയുന്നത്. ജബ്കി മനുഷ്യക്ക് നാഖുനോ കാ ബഡ്ന ബന്ദ് ഹോ ജായേഗ, മനുഷ്യൻ്റെ നഖം വളരുന്നത് അവസാനിക്കുമെന്നാണ് പറയുന്നത്. प्राणी शास्त्रियों का ऐसा अनुमान है कि मनुष्य का अनावश्यक अंग उसी प्रकार जड़ जाएगा जिस प्रकार उसकी पूंछ जड़ गई है. പണ്ട് മനുഷ്യൻ പറയുന്നുണ്ട്, കുരങ്ങനിൽ നിന്ന് രൂപാന്തരം വന്നിട്ടാണ് മനുഷ്യമായിട്ട് മാറിയെന്ന് പറയുന്നുണ്ട്. പണ്ട് മനുഷ്യർക്ക് വാലുണ്ടായിരുന്നു പറയുന്നുണ്ട്. മനുഷ്യക്ക് ആവശ്യം ഉസി പ്രകാർ ജഡ് ജായക, ജഡ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോവുക. അപ്പോൾ നമ്മുടെ ജന്തുശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം എന്ന് പറയുന്നത്, അവരുടെ കണക്കൂട്ടൽ എങ്ങനെയാണ്, എന്താണ്, ജിസ് പ്രകാർ ഉസ്കി പൂഞ്ച് ജഡ് ഗയി ഹേ, എങ്ങനെയാണോ മനുഷ്യൻ്റെ വാല് അവിടെ കൊഴിഞ്ഞു പോയത്, ഉസി പ്രകാർ മനുഷ്യക്ക അനാവശ്യക അംഗ് ഉസി പ്രകാർ ജഡ് ജായക, അതുപോലെ തന്നെ മനുഷ്യന് ആവശ്യമില്ലാത്ത, അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആ ഒരു ഭാഗം നഖം എന്ന് പറയുന്നത് ഉസി പ്രകാർ ജഡ് ജായക, അതുപോലെ കൊഴിഞ്ഞു പോകുമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. ഉസ് ദിൻ മനുഷ്യക്ക് പശുതാബി ലുപ്ത് ഹോ ജായകി. അപ്പോൾ ആ ദിവസം മനുഷ്യൻ്റെ മൃഗീയത എന്ന് പറയുന്നത്, അവിടെ ക്രൂരത എന്ന് പറയുന്നത് അവിടെ ലുപ്ത് ഹോ ജായകി, അവിടെ കുറഞ്ഞു വരും, ഇല്ലാതെയാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നഖം എന്ന് പറയുന്നത് പശുതയുടെ പ്രതീകമാണ്, മൃഗീയതയുടെ ക്രൂരതയുടെ പ്രതീകമാണ്. അതൊരു ദിവസം കൊഴിഞ്ഞു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുന്നത്, ഈ മൃഗീയത എന്ന് പറയുന്നത് അവിടെ ഇല്ലാതെയാവും, അത് കുറഞ്ഞു വരും. ഷായത് ഉസ് ദിൻ വഹ മരണാസ്ത്രം കാ പ്രയോഗ് ബി ബന്ദ് കർ ദേഗ. ഒരു പക്ഷേ ആ ദിവസം എന്തും കൂടി നടക്കുന്ന പറയുന്നത്, വഹ മാരണാസ്ത്രം കാ പ്രയോഗം. മാരണാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകായുധങ്ങൾ പ്രയോഗിക്കലും അവിടെ ഇല്ലാതെ തീരും. तब तक इस बात से छोटे बच्चों को परिचित करा देना वांछनीय जान पड़ता है कि नाखून का बढ़ना मनुष्य के भीतर की पशुता की निशानी है.
और उसे नहीं बढ़ने देना मनुष्य की अपनी इच्छा है, अपना आदर्श है। तब तक इस बात से छोटे बच्चों को परिचित करा देना वांछनीय जान पड़ता है. വാഞ്ചനീയ എന്ന് പറഞ്ഞാൽ അഭിലഷണീയമാണ്. അതായത് അതുവരേക്ക് ഈ കാര്യങ്ങൾ ചെറിയ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് നമ്മൾ ആവശ്യമുള്ളൊരു കാര്യമാണ്. നാഖുൻ കാ പഠന മനുഷ്യക്ക് ഭീതർ കി പശുതാ കി നിശാനി ഹേ. ഈ നഖം വളരുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗീയതയുടെ അല്ലെങ്കിൽ ക്രൂരതയുടെ അടയാളമായിട്ടാണ് പറയുന്നത്. നിശാനി അടയാളമാണ്. ഉസേ നഹി ബട്നെ ദേന മനുഷ്യക്ക് അപ്പനി ഇച്ഛാ ഹേ, അപ്പന ആദർശ് ഹേ. ആ നഖത്തെ വളരാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. മനുഷ്യക്ക് അപ്പനി ഇച്ഛാ ഹേ ഉസേ നഹി ബട്നെ ദേന. ആ നഖത്തെ വളരാൻ അനുവദിക്കരുതെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അപ്പന ആദർശ് ഹേ, നമ്മുടെ ആദർശമാണത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് പറയുന്നത് നാഖുൻ കാ ബട്ന എന്ന് പറയുന്നത് മനുഷ്യക്ക് ഭീതർക്കി പശുതാക്കി നിശാനി ഹേ. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ക്രൂരതയുടെ അല്ലെങ്കിൽ മൃഗീയതയുടെ അടയാളമാണ് നഖം വളരുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആദർശം എന്ന് പറയുന്നത് അതിനെ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ബൃഹത്തർ ജീവൻ മേ അസ്ത്രശസ്ത്രം കോ ബട്നെ ദേന മനുഷ്യക്ക് പശുതാക്കി നിശാനി ഹേ. ബൃഹത്തർ ജീവൻ മേ, അപ്പം നല്ലൊരു ജീവിതമാണെങ്കിൽ അതിൽ അസ്ത്രശസ്ത്രം കോ ബട്നെ ദേന മനുഷ്യക്ക് പശുതാക്കി നിശാനി ഹേ. ഈ ആയുധങ്ങൾ, അതുപോലെ മാരകായുധങ്ങൾ, അതിനെ എല്ലാം കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൃഗീയതയുടെ അടയാളമാണ്. മാരകായുധങ്ങൾ ഉണ്ടാക്കുക, ഉപയോഗിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൃഗീയതയുടെ ക്രൂരതയുടെ അടയാളമാണ്. ഉൻകി ബാഡ് കോ രോക്ന മനുഷ്യത്ക തകാജ ഹേ. തകാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം, തകാജ ആവശ്യം. ഉൻകി ബാഡ് കോ, അപ്പോൾ ഈ മാരകായുധങ്ങൾ വർദ്ധിച്ചു വരുന്നത് തടയുക എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക ആധിക്യം, ബാഡ് ആധിക്യം, അത് തടയുക. രോക്ന എന്ന് പറഞ്ഞാൽ തടയുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ ആവശ്യമാണ്, മനുഷ്യൻ്റെ ആവശ്യമാണ്. അപ്പം എന്താണ് തടയേണ്ടത് നമ്മൾ? बृहत्तर जीवन में अस्त्र शस्त्रों को बटने देना मनुष्य की पशुता की निशानी है. उनकी बाढ़ को रोकना. അപ്പോൾ अस्त्र को बढ़ने की बाढ़ को रोकना मनुष्यत्व का तकाजा है. ഒരു മനുഷ്യൻ്റെ, മനുഷ്യത്വമുള്ള ഒരാളുടെ ആവശ്യമാണ് ആ മാരകായുധങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ വർധനവെന്ന് പറയുന്നത്, അതിനെ തടയുക മനുഷ്യൻ്റെ ആവശ്യമാണ്. मनुष्य में जो घृणा है, जो अनायास बिना सिखाए आ जाती है, वह पशुत्व की द्योतक है. और अपने को संयमित रखना, दूसरे के मनोभावों का आदर करना मनुष्य का स्वधर्म है. ഇനി മനുഷ്യൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നല്ല ധർമ്മം, സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മനുഷ്യമേ ജോ ഘൃണാ ഹേ. ഘൃണ എന്ന് പറഞ്ഞാൽ ഹേറ്റഡ്, വെറുപ്പ്. ജോ അനായാസ് ബിനാ സിഖായെ ആ ജാതി ഹേ. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലുള്ള വെറുപ്പ് എന്ന് പറയുന്നത് അനായാസം, വളരെ എളുപ്പത്തിൽ, ബിനാ സിഖായെ, ആരും പഠിപ്പിക്കാതെ തന്നെയാണ് ആ ജാതി ഹേ ഉള്ളിലേക്ക് വരുന്നത്. മനുഷ്യമേ ജോ ഘൃണാ ഹേ, ജോ ബിനാ സിഖായെ അനായാസ് ഹമാരെ മൻ മേ ആ ജാതി ഹേ. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലുള്ള വെറുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആരും പഠിപ്പിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒന്നാണ്. വഹ് പശുത്വക്ക് ദ്യോതക് ഹേ. അതവിടെ നമുക്ക് ക്രൂരതയ്ക്ക് പ്രേരണ തരുന്നതാണ്. മൃഗീയത അല്ലെങ്കിൽ ക്രൂരത അല്ലെങ്കിൽ എല്ലാം നശിപ്പിക്കാനായിട്ട് നമുക്ക് പ്രേരണ തരുന്ന ഒന്നാണ് ഘൃണ എന്ന് പറയുന്നത്, വെറുപ്പ് എന്ന് പറയുന്നത്. और अपने को सम्यक्त रखना, दूसरे के മനോഭാവം का आदर करना मनुष्य का स्वधर्म है. ഈ മനുഷ്യൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്താണ്? അപ്നേക്കോ സംയത്ത് രഖ്ന. സംയത്ത് രഖ്ന എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, നമ്മൾ സ്വയം നിയന്ത്രിക്കുക. സമയത്ത് കർണ നിയന്ത്രിക്കുക, അപ്നേക്കോ സമയത്ത് കർണ, നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത്. ദൂസരയ്ക്ക് മനോഭാവം ആദർ കർണ, മറ്റുള്ളവരുടെ മനോഭാവങ്ങളെ ആദരിക്കുക. നമുക്ക് നമ്മളെ സ്വയം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനോഭാവങ്ങളെ നമ്മൾ ആദരിക്കുക. ഇത് മനുഷ്യക സ്വധർമ്മഹേ, നല്ലൊരു മനുഷ്യൻ്റെ കടമയാണത്, നമ്മുടെ ധർമ്മമാണത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മളറിയാതെ തന്നെ, നമ്മൾ പഠിപ്പിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചീത്ത ഗുണമാണ്. അത് നമ്മുടെ മൃഗീയതയ്ക്ക് പ്രേരണ തരുന്ന ഒന്നാണ് വെറുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ സ്വയം നിയന്ത്രിക്കണം.
അതുപോലെ മറ്റുള്ളവരുടെ നല്ല മനോഭാവങ്ങളെ നമ്മൾ ആദരിക്കുകയും വേണം. യേ മനുഷ്യക സ്വധർമ്മഹേ, ഇതാണ് മനുഷ്യൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. बच्चे ये जाने तो अच्छा हो कि अभ्यास और तब से प्राप्त वस्तुएं मनुष्य की महिमा को सूचित करती है. बच्चे ये जाने तो अच्छा हो, കുട്ടികളത് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. എന്താണ്? അഭ്യാസ് ഓർ തബ് സേ പ്രാപ്ത് വസ്തുവേ, നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡായിട്ട് അല്ലെങ്കിൽ തപസ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ നേടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മഹിമയെ സൂചിപ്പിക്കുന്നതാണ്. ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ നേടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മഹിമയെ സൂചിപ്പിക്കുന്നതാണ്. യേ ബച്ചേ യേ ജാനേ തോ അച്ഛാ ഹേ, കുട്ടികളിത് അറിഞ്ഞിരിക്കേണ്ടത് നല്ലൊരു കാര്യമാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാതെ നമുക്കൊരു കാര്യവും നേടാനായിട്ട് സാധിക്കില്ല. നേടിക്കഴിഞ്ഞാലോ അത് മനുഷ്യൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. സഫലത അവർ ചരിതാർത്ഥത മേ അന്തർ ഹേ, അടുത്ത് പറയുന്നത് സഫലത അവർ ചരിതാർത്ഥത. സഫലത എന്ന് പറഞ്ഞാൽ സാഫല്യം, വിജയം. ചരിതാർത്ഥത എന്ന് പറഞ്ഞാൽ തൃപ്തി. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്തർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. സഫലത അവർ ചരിതാർത്ഥത മേ അന്തർ ഹി, സാഫല്യം തൃപ്തി എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. മനുഷ്യ മാരണാസ്ത്രം के संचयन से बाह्य उपकरणों के बाहुल्य से उस वस्तु को पा भी सकता है जिसे उसने बड़े आडंबर के साथ सफलता का नाम दे रखा है. मनुष्य मारणास्त्रों के संचयन से, മനുഷ്യൻ മാരകായുധങ്ങൾ കളക്ട് ചെയ്ത് ശേഖരിച്ച് ബാഹ്യ ഉപകരണമൊക്കെ ബാഹുല്യസേ, ബാഹ്യ ഉപകരണങ്ങളിലെ ബാഹുല്യം കൊണ്ട് ഉസ് വസ്തുക്കോ പാപി സക്താഹെ, ആ വസ്തുവിനെ അവർക്ക് നേടാൻ സാധിക്കുന്നു. ജിസേ ഉസ്നെ ബഡേ ആഡംബർ കെ സാത്ത്, ആ നേടാനായിട്ട് സാധിക്കുന്ന കാര്യം, അതായത് മനുഷ്യൻ്റെ മാരകമായിട്ടുള്ള അസ്ത്രങ്ങൾ അതുപോലെ അതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ബാഹ്യ ഉപകരണങ്ങൾ ബാഹുല്യം കൊണ്ട് നമ്മൾ എന്താണോ ഏത് വസ്തുവാണ് നമ്മളെ നേടാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നേടാൻ കഴിയുന്നു. അതിനെ അവർ വളരെ ആഡംബരത്തോടു കൂടി കൊടുക്കുന്ന പേരാണ് സഫലത. വിജയം നേടുക, സാഫല്യം നേടുക. ഇപ്പോൾ ഒരു കാര്യം നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് പുറമേയുള്ള ഉപകരണങ്ങളിലെ ബാഹുല്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ നേടാൻ ആഗ്രഹിച്ചത് അത് നമുക്ക് നേടാൻ കഴിഞ്ഞാൽ നമ്മൾ വളരെ ആഡംബരത്തോടു കൂടിയിട്ട് വളരെ പൊങ്ങച്ചത്തോടു കൂടി നമ്മൾ പറയുന്നു നമ്മൾക്ക് സഫലത കിട്ടി, സാഫല്യം കിട്ടി എന്നുള്ള പേരാണ് നമ്മളതിനെ കൊടുക്കുന്നത്. പരന്തു മനുഷ്യക്ക് ചരിതാർത്ഥത പ്രേം മേ ഹേ, मैत्री में है, त्याग में है, अपने को सबके मंगल के लिए निशेष भाव से दे देने में है. പക്ഷേ സഫലത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് നമുക്ക് സഫലത കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. എന്നാൽ ചരിതാർത്ഥത എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്? മനുഷ്യക്ക് ചരിതാർത്ഥത പ്രേം മേ ഹേ, ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സംതൃപ്തി, തൃപ്തി എന്ന് പറയുന്നത് പ്രേം മേ ഹേ, സ്നേഹത്തിലുണ്ട്. മൈത്രി മേ ഹേ, ചങ്ങാത്തം ഫ്രണ്ട്ഷിപ്പിലുണ്ട്. ത്യാഗ് മേ ഹേ, ത്യാഗത്തിലുണ്ട്. അപ്പനെ കോ സബ്കെ മംഗൾ കെ ലിയെ നിശേഷ ഭാവ സേ ദേ ദേനെ മേ ഹേ, നമ്മൾ സ്വയം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, സബ്കെ മംഗൾ കെ ലിയെ, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിശേഷം നമ്മളെ തന്നെ സമർപ്പിക്കുക. അതിനെയാണ് നമ്മൾ ചരിതാർത്ഥത എന്ന് പറയുന്നത്. ഇപ്പോൾ ചരിതാർത്ഥത എന്ന് പറഞ്ഞാൽ प्रेम में है, मैत्री में है, त्याग में है, अपने को सबके मंगल के लिए निशेष भाव से दे देने में है. നമ്മൾ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിശേഷ ഭാവത്താൽ നമ്മളെ തന്നെ സ്വയം കൊടുക്കുക അല്ലെങ്കിൽ ത്യാഗം ചെയ്യുക എന്ന് പറയുന്നതാണ് ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. नाखूनों का बटना मनुष्य की उस अंध सहजात वृत्ति का परिणाम है जो उसके जीवन में सफलता ले आना चाहती है, उसको काट देना उस स्वनिर्धारित ആത്മബന്ധൻ का फल है. അപ്പോൾ നമ്മൾ സഫലത എന്ന് പറയുന്നതും ചരിതാർത്ഥത എന്ന് പറയുന്നതിൽ നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. സഫലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്? മനുഷ്യ മാരണാസ്ത്രം के संचयन से बाह्य उपकरणों के
बाहुल्य से उस वस्तु को पा भी सकता है, उससे बहुत आडंबर के साथ हम कहते हैं सफलता। लेकिन मनुष्य की चरितार्थता प्रेम में, मैत्री में, त्याग में और अपने को सबके मंगल के लिए दे देने में है। ഈ നാഖൂനം का बढ़ना മനുഷ്യ की उस അന്തസഹജാത വൃത്തി का പരിണാം है। നഖം വളരുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സഹജ വൃത്തിയുടെ അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ പരിണാമമാണ്. ജോ ഉസ്കെ ജീവൻ മേ സഫലത ലേ ആനാ ചാഹത്തി ഹി, അത് നമ്മുടെ ജീവിതത്തിലെ സാഫല്യം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ നഖം വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഇരുട്ട് മൂടി കിടക്കുന്ന നമ്മുടെ സഹജ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള നേച്ചുറലായിട്ടുള്ള നമ്മുടെ പ്രവർത്തനമാണ്, സ്വഭാവമാണ്. എന്നാൽ ഉസ്കെ ജീവനമേ സഫലതാലേ ആനാ ചാഹത്തി ഹി, അത് നമ്മുടെ ജീവിതത്തിൽ സാഫല്യം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഉസ്കോ കാട്ട് തേന, പക്ഷേ നാഖൂനോ കാട്ട് തേന, നഖത്തെ മുറിച്ച് കളയുക എന്ന് പറയുന്നത് സ്വനിർധാരിത ആത്മബന്ധൻ കാ ഫൽ ഹേ. സ്വനിർധാരിത്, നമ്മൾ സ്വയം നിർദ്ദേശിക്കുന്ന ആത്മബന്ധൻ കാ ഫൽ ഹേ, നമ്മുടെ ആത്മബന്ധനത്തിൻ്റെ ഫലമാണ് നഖം മുറിച്ചു കളയുക എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ആദർശത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആഗ്രഹമാണ് നമ്മുടെ നഖം വളരാനായിട്ട് അനുവദിക്കരുത് എന്നുള്ളത്. നഖം വളരുക നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ക്രൂരതയുടെ അല്ലെങ്കിൽ മൃഗീയതയുടെ അടയാളമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഉസ്കോ കാട്ട് തേന ഉസ് സ്വനിർധാരിത് ആത്മബന്ധൻ കാ ഫൽ ഹേ ജോ ഉസേ ചരിതാർത്ഥത കി ഓർ ലേ ജാതാ ഹേ. അപ്പോൾ നഖം മുറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിർദ്ദേശിക്കുന്ന നമ്മുടെ ആത്മബന്ധനത്തിൻ്റെ ഫലമാണ്, നമ്മുടെ ആദർശമാണത്, നമ്മുടെ ആഗ്രഹമാണ്. അതിനെ നമ്മൾ ചരിതാർത്ഥത കി ഓർ ലേ ജാതാ ഹേ, നമ്മുടെ ചാരിതാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ തൃപ്തിയിലേക്ക്, സംതൃപ്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നാഖുൻ ബഡ്തേ ഹേ തോ ബഡേ, മനുഷ്യനെ ബഡ്നെ നഹീ ദേഗ. നാഖുൻ ബഡ്തേ ഹേ തോ ബഡേ, നഖം വളരുകയാണെങ്കിൽ വളരട്ടെ. മനുഷ്യനെ ബഡ്നെ നഹീ ദേഗ, മനുഷ്യൻ അതിനെ വളരാൻ അനുവദിക്കേണ്ട. നഖം വളർന്നോട്ടെ, അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. പ്രകൃതി നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നൊരു മാറ്റമാണ്, നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രവർത്തനമാണ് നഖം വളരുക, മുടി വളരുക, അതുപോലെ തന്നെ പല്ല് വീണ്ടും മുളച്ചു വരുന്നത്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ നടക്കുന്ന മാറ്റങ്ങളാണ്, നമ്മൾ അറിയാതെ തന്നെ നമ്മളിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നഖം വളരണമെങ്കിൽ വളരട്ടെ, പക്ഷെ നമ്മളതിനെ വളരാനായിട്ട് അനുവദിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ചെറിയൊരു നിബന്ധമാണ് നമ്മൾ പഠിച്ചത്. നാഖുൻ ക്യോ ബഡ്തേ ഹേ, നഖം എന്തിനാണ് നഖം വളർത്തുന്നത് എന്നുള്ളത് നമ്മുടെ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഒരു ചെറിയ കുട്ടി, ആ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് നഖം വളർത്തുന്നത്. ഇപ്പോൾ ഇവിടെ നഖം മുറിച്ച് കളയാൻ പറയുന്നുണ്ട്. ആ മുറിച്ച് കളയുന്നത് എന്തിനാണ് അങ്ങനെ മുറിച്ച് കളയാൻ? പണ്ടൊക്കെ കാട്ടിൽ താമസിച്ചിരുന്ന ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപൊക്കെ നഖം വളർത്തുകയാണ് ചെയ്തിരുന്നത്. നമ്മളതിൽ പറയുന്നുണ്ട്, പല രൂപത്തിൽ പല ഷേപ്പിലൊക്കെ നമ്മൾ വെട്ടിയൊതുക്കി വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നിരുന്നത്, മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം രക്ഷയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് നഖമെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പറയുന്നത് ഈ നഖം വളർത്തരുത് എന്നാണ് പറയുന്നത്. അപ്പം നഖം മുറിച്ച് കളഞ്ഞതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ മൃഗീയത അവസാനിക്കുന്നുമില്ല, അതല്ലേ പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ സാരാംശം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. आचार्य हजारी प्रसाद द्विवेदी दलित निबंधकार है। प्रस्तुत निबंध में उन्होंने नाखून क्यों बढ़ते हैं जैसे सामान्य विषय पर मानव सभ्यता के विकास की दलित गाथा प्रस्तुत की है. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ദളിത് നിബന്ധകാരനാണ്. അദ്ദേഹത്തിൻ്റെ നാഖൂൻ ക്യോം ബഡ്തേ എന്ന് പറയുന്ന ഒരു നിബന്ധ്, ആ എസ്സേയിൽ ഉപന്യാസത്തിൽ സാമാന്യ വിഷയത്തിൽ, അതായത് മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ വികാസത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. द्विवेदी जी के अनुसार नाखून जीवन रक्षा के लिए चरित्र के रूप में प्राणियों को मिले थे. ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത് നാഖുൻ, അതായത് നഖം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ക്യാരക്ടറുടെ രൂപത്തിൽ, ക്യാരക്ടർ ആയിട്ടാണ് അവിടെ മൃഗങ്ങൾക്ക് അവിടെ, അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളല്ല എല്ലാ ജീവികൾക്കും അവിടെ കിട്ടിയിരുന്നത്. അത് മനുഷ്യനെന്നോ മൃഗമെന്നോ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും നഖമെന്ന് പറയുന്നുണ്ടായിരുന്നു.
लाखों वर्ष पहले मनुष्य वनों में वनुमानुष्यों की तरह अन्य जंगली जीवों के बीच रहता था. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കാട്ടിലെ, അതായത് കാട്ടുമനുഷ്യരായിട്ട് മറ്റുള്ള കാട്ടുമൃഗങ്ങളുടെ കൂടെ അവരുടെ ഇടയിലാണ് നമ്മൾ വസിച്ചിരുന്നത്. തബ് അപ്പിന് രക്ഷ കേലിയെ ഉസേ നാഖുൻ കി ജരൂരത്തി. ആ സമയത്ത് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് നമുക്ക് നഖം ആവശ്യമായിരുന്നു എന്ന് പറയുന്നത്. നാഖുൻ ഔർ ദാന്ത് ഹി ഉസ്കി രക്ഷാക്കെ സാധനത്തെ. അപ്പോൾ നഖം അതുപോലെ തന്നെ പല്ല്, ഇത് രണ്ടും അന്നത്തെ കാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വയം രക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു മാധ്യമമാണ് ഈ നഖം എന്ന് പറയുന്നതും പല്ലെന്ന് പറയുന്നതും. ധീരെ ധീരെ ഉസ്നെ അസ്ത്രശാസ്ത്ര വികസിത് കിയെ ഹഡ്ഡിയംസേ പത്രംസേ അസ്ത്രബനെ. അങ്ങനെ പതുക്കെ പതുക്കെ ആയുധങ്ങൾ വികസിച്ചു. എല്ലുകൾ കൊണ്ട്, ഹഡ്ഡിയംസേ പത്രംസേ കല്ലുകൾ കൊണ്ട്, എല്ലുകൾ കൊണ്ട്, മരക്കഷ്ണങ്ങൾ, വടി കൊണ്ട്, അതൊക്കെ നമ്മൾ ആയുധമാക്കിയിട്ട് മാറ്റി എന്ന് പറയുന്നത്. പിന്നെ ലോഹയുഗമായ, പിന്നീട് ലോഹങ്ങളെ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുഗമാണ് പിന്നീട് വന്നത്. അതായത് മനുഷ്യൻ വികസിച്ച് പല്ല്, നഖം, പല്ല് എന്നുള്ളതൊക്കെ കഴിഞ്ഞ് അവസാനം അസ്ഥി കൊണ്ട്, കല്ലുകൊണ്ടൊക്കെ ആയുധങ്ങളുണ്ടാക്കി പിന്നീട് ലോഹങ്ങളെ കൊണ്ട് ആയുധമുണ്ടാക്കാനായിട്ട് തുടങ്ങി. മാനവനെ ഉസ്നെ ഉൻസെ ഭയാനക അസ്ത്ര ബനാനെ ജോ ദേവതാओं के पास भी नहीं है. അതായത് മനുഷ്യൻ ആയുധങ്ങളുണ്ടാക്കാൻ തുടങ്ങി. അതായത് ലോഹം കൊണ്ടുള്ള ആയുധങ്ങളൊന്നും, ഭയാനകമായിട്ടുള്ള ആയുധങ്ങളൊന്നും ദേവന്മാരുടെ അടുത്ത് പോലും ഉണ്ടായിരുന്നില്ല അന്ന്. ദേവന്മാർ പോലും അതിന് വേണ്ടിയിട്ട് മനുഷ്യനെ ആശ്രയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദേവത ഉൻസെ സഹായതാക്കി ഭാവന കർത്തെ. ദേവന്മാരെ അവരിൽ നിന്ന് സഹായം ആവശ്യപ്പെടേണ്ടതായിട്ട് വന്നു. കാരണം ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ അസ്ത്രങ്ങൾക്കാണ് അല്ലെങ്കിൽ ആയുധങ്ങൾക്കാണ് അന്ന് വിജയം നേടാനായിട്ട് സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് പോലും മനുഷ്യരെ ആശ്രയിക്കേണ്ടി വന്നു എന്ന് പറയുന്നത്. ആര്യം കി വിജയഗാഥാ കാ ഇതിഹാസ് ലോഹേ കെ അസ്ത്ര ഹി ദേ ജിസ്കെ ബൽ പർ അന്യ സംസ്കൃതിയോं को पराजित कर उन्होंने ആര്യ സംസ്കൃതി കാ വിസ്താർ കിയ. ഇപ്പോൾ ആര്യന്മാർ വന്ന ആര്യന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ വിജയഗാഥയുടെ ചരിത്രം എന്ന് പറയുന്നത് ലോഹം കൊണ്ടുള്ള ആയുധം കൊണ്ട് തന്നെയായിരുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ ബലത്തിലാണ് മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര്യ സംസ്കാരം ഇവിടെ വികസിച്ചു വന്നത്. ആജ് മാനവ് अष्टयुग तक पहुंच चुका है, पर प्रकृति ने मनुष्य को जो आदिम अस्त्र नाखून के रूप में दिया है वह विद्यमान है. ഇന്ന് മനുഷ്യൻ ഇവിടെ നിന്ന് പറയേണ്ട അഷ്ടയുഗ് തക്ക് പഹുഞ്ചുക ഹെ. അഷ്ടയുഗം എന്ന് പറഞ്ഞാൽ സ്വയം നമുക്ക് വളരെ ശാന്തമായ രീതിയിൽ സംതൃപ്തി തരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിത്തീർന്നു. പർ പ്രകൃതിനെ മനുഷ്യക്കോ ജോ ആദിം അസ്ത്ര. പക്ഷെ പ്രകൃതി മനുഷ്യനെ ഏറ്റവും ആദ്യമായി കൊടുത്ത ആയുധം എന്ന് പറയുന്നത് നഖത്തിൻ്റെ രൂപത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത്. വഹ വിദ്യമാൻഹി, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നഖം എന്ന് പറയുന്നത് എന്നും മനുഷ്യരുടെ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമായിട്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഭി മനുഷ്യൻ നാഖുൻ കാട്ടനെ പർ ഡാൻതാ ഹോഗ, ആജ് ന കാട്ടനെ പർ ഡാൻതാ ഹേ. ഒരിക്കൽ മനുഷ്യൻ നഖം മുറിച്ചു കളയുമ്പോൾ ശകാരിച്ചിരുന്നവരാണ്. പക്ഷേ ഇന്ന് കാട്ടനെ പർ, അത് മുറിക്കാതിരിക്കുമ്പോൾ വഴക്ക് പറയുന്നവരാണ്. നാഖുൻ യാ പ്രകൃതി കോ പതാ നഹി കി മനുഷ്യ കോ അബ് നാഖുൻ കി ജരൂരത്ത് നഹി. നാഖുൻ നഖം അല്ലെങ്കിൽ പ്രകൃതിക്കോ പത്താ നഹി, നമ്മുടെ പ്രകൃതിക്കോ അറിയില്ല. എന്തറിയില്ല എന്ന് പറയുന്നത് മനുഷ്യക്കോ അബ് നാഖുൻ കി ജരൂരത്ത് നഹി. മനുഷ്യന് ഇന്ന് നഖത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നഖത്തിനോ അറിയില്ല, പ്രകൃതിക്കോ അറിയില്ല. नाखून या प्रकृति को पता नहीं. नाखून का काटना भी कम मनोरंजक नहीं. അപ്പോൾ നഖം മുറിക്കുക എന്ന് പറയുന്നത് അത്ര രസകരമല്ല, കം മനോരഞ്ജന, അത്ര രസകരമല്ലാത്ത കാര്യമല്ല. ജോ नाखून अस्त्र दे बाद में वे कामसूत्र में क्रीड़ा के लिए उपयोग में आने लगे. നഖം എന്ന് പറയുന്നത് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇവിടെ പറയുന്നുണ്ട് കാമസൂത്രം എന്ന് പറയുന്നതിൽ ക്രീഡകൾക്ക് വേണ്ടിയിട്ട് നഖം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത്. ഉൻകോ സുന്ദർ ബനാനയ്ക്ക് വിധിയാൻ പ്രചലിത് ഹുയി. അങ്ങനെ നഖത്തെ വെട്ടി പല ഷേപ്പുകളിലാക്കുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ അവിടെ പ്രചരിച്ചു എന്ന് പറയും. നമ്മൾ പറഞ്ഞ ത്രികോണാകൃതിയിൽ, റൗണ്ട് ഷേപ്പ്, ചന്ദ്രൻ്റെ ആകൃതിയിൽ, അങ്ങനെ പല ഷേപ്പിൽ വെട്ടി ഒതുക്കി നല്ല ഭംഗിയിൽ വയ്ക്കുന്ന ആ രീതികളൊക്കെ പിന്നീട് പ്രചരിച്ചു എന്ന് പറയുന്നത്.
वन से नगर तक की यात्रा में बहुत विकास के बावजूद मनुष्य की सहज वृत्ति नष्ट नहीं हुई. അപ്പം കാട്ടിൽ നിന്ന്, പണ്ട് കാട്ടുമനുഷ്യരായിരുന്നു, കാട്ടുമൃഗങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നവരാണ് അവർ. കാട്ടിൽ നിന്ന് നഗരം വരെയുള്ള യാത്രയിൽ ഇവിടെ പറയുന്നുണ്ട് ബഹുത്ത് വികാസ് കെ ബാവജൂദ്, ഒരുപാട് വികാസങ്ങളുണ്ടായിട്ടും, അതായത് കാട്ടുമനുഷ്യൻ എന്നുള്ള ഇതിൽ നിന്ന് മാറി നാട്ടിലേക്ക് അല്ലെങ്കിൽ നഗരങ്ങളിലേക്ക് നമ്മളെത്തി സാധാരണ മനുഷ്യരായിട്ട് എത്തിയിട്ടും മാനവിക സഹജ വൃത്തി, ആ മനുഷ്യൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള ആ പ്രവർത്തനം എന്ന് പറയുന്നത് നഷ്ടനഹി ഹുയി, അത് നഷ്ടമായില്ല. നാഖുൻ और വേഷ ഉസിക്ക് അന്തർഗതാത്തെ ഹെ, നഖം, വേഷം തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്നു. അതായത് മനുഷ്യൻ്റേതായിട്ടുള്ള സഹജമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ വികാരങ്ങൾ അതവിടെ അവസാനിച്ചില്ല എന്നാണ് പറയുന്നത്. द्विवेदी जी का कहना है कि जब मनुष्य नाखून से अस्त्र का काम लेता था तब पशु तुल्य था, पर आज जो भीषण हथियार बना रहा है यह मनुष्यता है या पशुता का चरम रूप. ये പറയണേ द्विवेदी जी പറയാണ്, जब मनुष्य नाखून से अस्त्र का काम लेता था, പണ്ട് മനുഷ്യൻ നഖം കൊണ്ട് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു, ആയുധത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. തബ് പശു തുല്യത, അപ്പം മൃഗത്തിന് തുല്യമായിരുന്നു നഖമെന്ന് പറയുന്നത്. ആജ് ജോ ഭീഷണി ഹത്തിയാർ ബനാ രഹാ ഹേ യഹ് മനുഷ്യത ഹേ, ഇന്ന് നഖം കൊണ്ട് ആയുധമായിട്ട് ഉപയോഗിക്കുന്നില്ല, പക്ഷേ വളരെ എന്താ പറയുക ഭീകരമായിട്ടുള്ള ആയുധങ്ങൾ, ഭയാനകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യത ഹേ, അത് മനുഷ്യത്വമായിട്ടാണ് പറയുന്നത്. യാ പശുതാക്ക ചരം രൂപ്, അല്ലെങ്കിൽ നമ്മുടെ മൃഗീയതയുടെ അങ്ങേയറ്റത്തുള്ള രൂപമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇവിടെ പറയുന്നത്, അതായത് പണ്ട് നഖം കൊണ്ട് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ആ നഖം എന്ന് പറയുന്നത് പശു തുല്യത, അതായത് മൃഗങ്ങൾക്കുണ്ടായിരുന്നത് പോലെയാണ് നമ്മളും മനുഷ്യരും അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വളരെ ഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മനുഷ്യത്വമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പശുതാക്ക ചരം രൂപ്, അതായത് മൃഗീയതയുടെ അങ്ങേയറ്റത്തെ രൂപമായിട്ട് അതിനെ പറയുന്നുണ്ട്. ഇസി ക്രമേ വേ സ്വാധീനത പർ വിചാർ കർത്തേ ഹേ, ഈ ക്രമത്തിലാണ് അവരെ സ്വാധീനത, സ്വതന്ത്രതയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. മനുഷ്യ പരാധീന ഹേ വഹാബ് ബി സ്വാധീനത കാ പക്ഷധർ ഹേ, മനുഷ്യൻ പരാധീനരല്ല, അതായത് പരാജയപ്പെട്ടിട്ടില്ല. അബ് ബി സ്വാധീനത കാ പക്ഷധർ ഹേ, ഇപ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ് മനുഷ്യർ. യഹ് സ്വാധീനത കി അധീനത ഹി ഹേ അപ്നെ അധീൻ രഹ്ന, ഇത് സ്വാധീനത എന്ന് പറയുന്നത് സ്വാധീനത കി അധീനത ഹി ഹേ, സ്വാതന്ത്ര്യത്തിൻ്റെ അധീനതയിൽ തന്നെ, അതായത് അപ്പനെ അധീൻ രഹ്ന, സ്വയം നമ്മുടെ കീഴിൽ നിൽക്കുക. സ്വാധീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം കീഴിൽ നിൽക്കുക എന്നുള്ളതാണ്. വഹ സ്വക ബന്ധൻ നഹീ ചോടന ചാത്ത, സ്വ എന്ന് പറയുന്ന സ്വയം, തന്നെത്താൻ എന്ന് പറയുന്ന, അപ്പന എന്ന് പറയുന്ന ആ ബന്ധനം ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്രത, സ്വാധീനത, സ്വധർമ്മ തുടങ്ങിയ സ്വ എന്ന് പറയുന്ന ബന്ധനത്തെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. യഹ് സ്വ അധീനത ഹി മനുഷ്യക്കോ മനുഷ്യ ബനാത്തി ഹേ, ഇവിടെ സ്വ എന്ന് പറയുന്ന ആ അധീനത, അധീനതയിൽ ഇരിക്കുക എന്ന് പറയുന്നത് മനുഷ്യക്കോ മനുഷ്യ ബനാത്തി ഹേ, മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് സ്വ എന്ന് പറയുന്ന ആ ബന്ധനത്തിൻ്റെ കീഴിലായതുകൊണ്ടാണ്. യഹ് സ്വ കാ ബന്ധൻ ഹി ഉസ്മേ സംസ്കാർ ദേത്താ ഹേ, ഈ സ്വ എന്ന് പറയുന്ന ആ ബന്ധനം തന്നെയാണ് മനുഷ്യനിലെ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അന്ത് മേ द्विवेदी जी कहते हैं कि नाखून मनुष्य की हिंसक प्रवृत्ति के द्योतक है. एक दिन आएगा जब नाखून जड़ जाएंगे और मनुष्य अस्त्र मुक्त होकर मानवता की रक्षा करेगा. ലാസ്റ്റ് പറയുന്നൊരു പോയിൻ്റാണ്, ദ്വിവേദിജി പറയുന്ന അവസാനം പറയുന്നൊരു പോയിൻ്റാണത്. എന്താണ്? നാഖുൻ മനുഷ്യക്ക് ഹിംസ പ്രവൃത്തിക്ക് ദ്യോതക് ഹേ, നഖം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൊലപാതക പ്രവർത്തനങ്ങളുടെ, ഹിംസാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രേരണ തരുന്നതാണ്. ദ്യോതക്, അതിനെ പ്രേരിപ്പിക്കുന്നതാണ് നഖമെന്ന് പറയുന്നത്. ഏക് ദിൻ ആയേഗ ജബ് നാഖുൻ ജഡ് ജായെങ്കി, ഒരു ദിവസം വരും അന്ന് എന്തുണ്ടാവും? നഖം കൊഴിഞ്ഞു പോകുന്ന ഒരു ദിവസം ഉണ്ടാകും. മനുഷ്യ അസ്ത്രമുക്ത ഹോക്കർ മാനവതാക്കി രക്ഷ കരേക,
അന്ന് മനുഷ്യൻ ആയുധങ്ങളിൽ നിന്നെല്ലാം മോചനം നേടിയിട്ട് മാനവതാക്കി രക്ഷ കരയുക, മനുഷ്യത്വം രക്ഷിക്കുമെന്നാണ് ദ്വിവേദി അവിടെ പറയുന്നത്. അപ്പോൾ പോയിൻ്റ് എന്താണ്? മനുഷ്യക്ക് नाखून मनुष्य की हिंसा प्रवृत्ति के द्योतक है। एक दिन आएगा जब नाखून जट जाएंगे और मनुष्य अस्त्र मुक्त होकर यहाँ मानवता की रक्षा करेगा. നമ്മുടെ മാനവതയെ മനുഷ്യത്വത്തെ ഇവിടെ രക്ഷിക്കുമെന്ന് പറയുന്നത്. നഖം അവിടെ കൊഴിഞ്ഞു പോകും, അവിടെ മനുഷ്യനവിടെ ആയുധത്തിൽ നിന്നെല്ലാം മോചിതരായിട്ട് മനുഷ്യത്വത്തെ അവിടെ രക്ഷിക്കുമെന്നാണ് ദ്വിവേദിജി പറയുന്നത്. ഓക്കെ, താങ്ക് യു.